വൺസ് അഗൈൻ ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ നമുക്ക് വേറൊരു സാന്റിയാഗോയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ബ്രസീലിയൻ റൈറ്ററായ പൗലോ കൗലോയുടെ ദ ആൽക്കമിസ്റ്റിലെ സാന്റിയാഗോ ഒരു ആട്ടിടയനായിരുന്നു. പക്ഷേ സാന്റിയാഗോയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പോൾ അവൻ തൻ്റെ ആട്ടും പറ്റങ്ങളെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പോൾ ഒരു പള്ളിയിലായിരുന്നു സാന്റിയാഗോ താമസിച്ചിരുന്നത്. അവിടുന്ന് ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നു. മരുഭൂമിയിൽ ഒരു നിധി അവനെ കാത്തിരിക്കുന്നു. അവൻ കണ്ട കാഴ്ചകളും കേട്ട കേൾവികളുമൊക്കെയായി യാത്ര തുടരുകയാണ്. അവസാനം അവൻ മരുഭൂമിയിൽ എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരു വലിയ 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 അഗ്നിപരീക്ഷകളാണ് അവന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവിടെ നിന്ന് അവന് ഒരു റെവലേഷൻ ഉണ്ടാക്കുന്നു. ഒരാൾ അവിടെ നിന്നൊരു കാര്യം സാന്റിയാഗോ അറിയിക്കുന്നു. അവൻ താമസിച്ചിരുന്ന ആ പള്ളിയുടെ അടിയിൽ തന്നെയാണ് ആ ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്നതെന്ന് അവൻ അറിയുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കാൽച്ചുവട്ടിൽ തന്നെയാണ് നമ്മുടെ നിധി എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന യുണീക്ക് ക്വാളിറ്റിയാണ് എല്ലാവരുടെയും നിധി എന്ന് പറയുന്നത്. അതറിയാതെ കബീർദാസ് നമുക്ക് പറഞ്ഞു തന്ന പോലെ കസ്തൂരിമാൻ തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന കസ്തൂരിയുടെ ഗന്ധം മനസ്സിലാക്കാതെ അലഞ്ഞു നടക്കുന്നത് പോലെ നമ്മളിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. വേറൊരാളിൻ്റെ കഴിവ് കണ്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സമയം കളഞ്ഞ് നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കാതെ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ, എവറിത്തിങ് ഈസ് ഫ്രം വിത്തിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെയും പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഈ നിധി ഉറപ്പാണെന്നാണ് സത്യം. താങ്ക് യു.